നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം 1 വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെപ്പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. 2025 വ്യാഴത്തിൻ്റെ മഹാസംക്രമണം തുലാം രാശിക്കാരെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുലാം രാശി ചിത്തിര 2ാം പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗം വരെ ജനിച്ചവർക്ക് 9ാം ഭാവമാണ്. വ്യാഴത്തിൻ്റെ വശങ്ങൾ 1ാം ഭാവം അത് സ്വയം, 3ാം ഭാവം സംരംഭങ്ങൾ, എഴുത്ത്, 5ാം ഭാവം പഠനം, പ്രണയം. ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ ഭാഗ്യപ്പെട്ട സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം, പിതാവിനുണ്ടാകുന്ന ചില അരിഷ്ടതകൾ, ധർമാധിഷ്ഠിത പ്രവൃത്തികൾ ചെയ്യുക. ഇനി സ്വാധീനം, വിദേശ വിദ്യാഭ്യാസം, മതപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയവർ, അധ്യാപകർ എന്നിവർക്ക് അനുകൂലം. നിങ്ങളുടെ പിതാവുമായോ ഉപദേഷ്ടാക്കളുമായോ ഉള്ള ബന്ധം ശക്തിപ്പെടുത്തേണ്ടതാണ്. ഇനി കരിയറും ബിസിനസ്സും, സിനിമ, കല, സാഹിത്യം, അധ്യാപനം, നിയമം, മാധ്യമം, യാത്രാമേഖലകളിലെ അവസരങ്ങൾ, വിദേശ ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുക. സാമ്പത്തികം, വിദേശത്ത് നിന്നോ ദീർഘകാല പദ്ധതികളിൽ നിന്നോ ഉള്ള തിരിച്ചുവരവ് സാധ്യമാണ്. പരിവർത്തനം അനിവാര്യമാണ്. സാമ്പത്തിക സ്ഥിതി പൊതുവെ മധ്യമം. ആരോഗ്യം, യാത്രയ്ക്കിടെ ശ്രദ്ധാലുവായിരിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. വ്യക്തിജീവിതം, വിശ്വാസങ്ങൾ പരിവേഷണം ചെയ്യുവാനും പ്രിയപ്പെട്ടവരുമായി പങ്കിട്ട ദർശനങ്ങൾ വികസിപ്പിക്കുവാനുമുള്ള സമയമാണ്. ഇനി വിശദമായി നോക്കാം. ഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസം, ആത്മീയ കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള സുവർണ കാലഘട്ടമാണ്. പിതാവ്, സന്താനങ്ങൾ, കർമ്മമണ്ഡലങ്ങളുടെ ചലനാത്മകതയിലും പുതിയ പഠനപാതകളിലും പുരോഗതി നിദാനമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. അക്കാദമിക് വിജയങ്ങൾക്കും പ്രസിദ്ധീകരണ സംരംഭങ്ങൾക്കുമുള്ള അനുകൂല സാഹചര്യമാണ്. ജീവിതാനുഭവത്തിൽ അധിഷ്ഠിതമായ ശക്തമായ വിശ്വാസങ്ങൾ നിങ്ങളുടെ ജീവിതപാതയെ നയിക്കുന്നതായി കാണാം. വളരെ ദുർഘടമായിരുന്ന അഷ്ടമവ്യാഴൻ്റെ പിടിയിൽ നിന്നും 9ലേക്ക് വരുന്ന വ്യാഴത്തിലൂടെ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് ശമനം ലഭിക്കുന്നതാണ്. നിലവിലുള്ള മാനസിക സംഘർഷങ്ങൾക്കെല്ലാം തന്നെ ആയാസം കിട്ടുന്നു. ജീവിതത്തിലെ പല ദുരിതങ്ങൾക്കുമുള്ള മോചനം സാധ്യമാവുന്നു. 9ൽ നിൽക്കുന്ന വ്യാഴത്തിന് ജന്മരാശി 3, 5 എന്നീ ഭാവങ്ങളിലേക്കും ദൃഷ്ടിയുണ്ട്. രാഹുവിന് 5ലും 7ലും 9ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശനി 3, 5, 7, 10 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഈ ഭാവങ്ങൾ വളരെയധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും നൽകുന്നതാണ്. തന്മൂലം പൊതുജീവിതത്തിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും ശുഭഫലങ്ങൾ തന്നെ ലഭിക്കുന്നതായി കാണുന്നു. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഉള്ള സാധ്യത കാണുന്നുണ്ട്. ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങൾ എന്നിവ സംബന്ധിച്ച വിരുന്നു സൽക്കാരങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. സർക്കാരിൽ നിന്നും കർമ്മമണ്ഡല സംബന്ധമായ അനുകൂല വിധി ഉണ്ടാകുന്നു. വളരെയധികം യാത്രകൾ വേണ്ടി വരുന്നു. ഈശ്വരാനുകൂല്യം നേടുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഗുണം ചെയ്യുന്നു. വിവിധങ്ങളായ തടസ്സങ്ങൾ നീങ്ങി എല്ലാ രംഗങ്ങളും തൃപ്തികരമാകുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷപ്രദമാകുന്നു. ജീവിത പങ്കാളിയുടെ സ്നേഹത്തിലും സഹകരണത്തിലും നിങ്ങൾ സന്തോഷിക്കുന്നതാണ്. സർക്കാർ നീതിന്യായ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം കരുതൽ വേണ്ടുന്ന സമയമാണ്. അവിവാഹിതർക്കുള്ള വിവാഹപ്രാപ്തി, ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് വിരാമം, ശിക്ഷാ നടപടിക്രമങ്ങളിൽ കഴിഞ്ഞിരുന്നവർക്ക് മോചനം, വിനോദയാത്രകൾക്കുള്ള സാധ്യത എന്നിവ കാണുന്നുണ്ട്. ത്വക്ക് സംബന്ധമായ അലർജി മുതലായ രോഗങ്ങൾ ഉള്ളവർക്ക് അത് മാറിക്കിട്ടുന്ന സമയം തന്നെയാണ്. ചികിത്സകൾ ഫലം ചെയ്യുന്നതായി കാണുന്നു. അതുപോലെ നിങ്ങൾക്ക് സ്വദേശത്തു നിന്ന് മാറി നിൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണത്തിനും കാർഷിക സംബന്ധമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടത്ര ജോലിക്കാരെ കിട്ടാതെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും ഫലപ്രാപ്തിയിലും
പൂർണ്ണതയിലും എത്തിച്ചേരുന്നതാണ്. വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തിക അച്ചടക്കം നൽകുന്ന സമയമായതിനാൽ വരവ് ചിലവ് നിയന്ത്രിക്കുവാനായി സാധിക്കുന്നു. അഷ്ടമി ഹരിതോ ബാലി എന്ന വാക്യമനുസരിച്ച് ബാലി മരിച്ചത് ഈ സംക്രമണ കാലയളവിലാണ്. അതുകൊണ്ട് ഒളിയമ്പുകൾ സൂക്ഷിക്കണം എന്നർത്ഥം. അതുപോലെ ആരോമൽ ചേകവരെ ചന്തു ചതിച്ചതും ഇതേ സമയത്താണെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് വളരെ അടുത്ത് പെരുമാറുന്നവർ, അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാനോ ചതിക്കുവാനോ ഉള്ള സാധ്യത മുൻകൂട്ടി കണ്ട് നല്ല കരുതലോടെ എന്നാൽ ഗൗരവത്തോടെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കേണ്ടതുണ്ട്. ജന്മക്ഷേത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വസ്തുസംബന്ധമായോ അല്ലാതെയോ ഉള്ള വ്യവഹാരങ്ങളിൽ ഉൾപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ധാരാളം അലച്ചിലും വഞ്ചനയും അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതീവ ജാഗ്രത അത്യന്താപേക്ഷിതമാണെന്ന് പറയാം. പ്രേമനൈരാശ്യം, വിരഹദുഃഖം, വാക്കുപാലിക്കുവാൻ സാധിക്കാതെ വരിക, കാർഷിക നഷ്ടം, നാൽക്കാലി നാശം, തസ്കരശല്യം, നഷ്ടഭയം, രാഷ്ട്രീയ രംഗത്തുള്ള പരാജയം, ഇഷ്ടജനവിരഹം എന്നിവ വ്യാഴ സംക്രമണ ഫലമായി ഈ വർഷമധ്യം അനുഭവമാണെങ്കിലും വർഷമധ്യം കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്കും സാമ്പത്തിക ചുറ്റുപാടുകളിലേക്കും എത്തിച്ചേരുന്നതായാണ് മനസ്സിലാവുന്നത്. നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂല വിധി ലഭ്യമാകുന്നു. എന്നാൽ വാതരോഗ ദുരിത സാധ്യതയും അനുഭവയോഗ്യം തന്നെയാണ്. അതിനാൽ ശ്രദ്ധിക്കുക. ചിത്തിര രണ്ടാം പകുതി ഭാഗം, ചോതി, വിശാഖം എന്നീ നക്ഷത്രജാതർക്ക് പലപ്പോഴും തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നതാണ്. രാജയോഗ സമാനമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നു. ഈ വ്യാഴ സംക്രമണ കാലം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബിസിനസ് ആണെങ്കിൽ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾക്ക് കൈവരുന്ന സാമ്പത്തിക നേട്ടങ്ങളിൽ പലതും തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം നിസ്സാരവൽക്കരിക്കരുത്. യാതൊരു അസുഖങ്ങളില്ലെങ്കിൽ പോലും ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നത് അഭിലഷണീയം തന്നെയാണ്. ഉന്നത പഠന, ജോലി, ബിസിനസ്, കർമ്മമണ്ഡലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ, നിയമം, മതം, തത്വചിന്ത എന്നിവയുടെ നിയന്ത്രണങ്ങൾ ഉള്ള 9-ാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത്. ഈ വ്യാഴ സംക്രമണ ഫലമായി ഉന്നത പഠനത്തിലേക്കോ ഉന്നത വിദ്യാഭ്യാസത്തിലേക്കോ ജോലി, കർമ്മമണ്ഡലങ്ങളുടെ മാറ്റങ്ങളിലേക്കോ നിങ്ങളെ നയിക്കുന്ന ഒരു ഗുരുവാകാം വ്യാഴം. മതങ്ങളെയും തത്വചിന്തകളെയും കുറിച്ച് വായിക്കുന്നതിലോ അറിവ് നേടുന്നതിലോ നിങ്ങൾക്കുള്ള ശ്രദ്ധയും താല്പര്യവും മാറാവുന്നതാണ്. വിദൂരയാത്രകൾ നടത്തേണ്ടുന്ന സമയമാണ്. കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നു. തീർത്ഥാടനങ്ങൾ നടത്തുവാൻ, പലവിധ സംസ്കാരങ്ങളിലെ ആളുകളെ കണ്ടുമുട്ടാനും പരിചയപ്പെടാനുമുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. വ്യാഴത്തിൻ്റെ സംക്രമണ സമയത്ത് നിങ്ങളുടെ കരിയറും വരുമാനവും വളർത്തുവാൻ സാധിക്കുന്നു. നിലവിലുള്ള കരിയർ, ജോലി, ബിസിനസ്, അധികാരം എന്നിവ നഷ്ടപ്പെടുന്ന ഭാവമാറ്റമാണ് എന്നതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള പരിവർത്തനങ്ങളും മാറ്റങ്ങളുമാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ നിലവിലുള്ള ജോലിയോ കർമ്മമണ്ഡലങ്ങളോ എല്ലാം തന്നെ മാറിമറിയുവാനുള്ള സാധ്യത കണക്കിലെടുക്കേണ്ടതാണ്. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. മാറ്റം അനിവാര്യമാണ്. പരിവർത്തനങ്ങൾ ഉണ്ടായേ പറ്റൂ. നിങ്ങളുടെ പിതാവിൻ്റെ ചില പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ജോലിസ്ഥലത്തെ ചില അസ്വസ്ഥതകൾ, കർമ്മമണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തന കണക്കുകൾ ഉൾപ്പെടെ ചില സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങളുടെ സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിൽ സജ്ജീകരണത്തിൽ കരിയറിലെ നല്ല സമയമല്ല എന്ന് പറയാം. നിങ്ങൾക്ക് തൊഴിൽ സ്ഥലത്തോ കർമ്മമണ്ഡലങ്ങളിലോ തുടർച്ചയായ ചില വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. വിദേശത്ത് ജോലിയോ ബിസിനസ് തുടങ്ങിയവ ചെയ്യുന്നവരാണെങ്കിൽ വ്യത്യസ്ത വംശീയത, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെടേണ്ടി വന്നേക്കാം. അറിവ് നേടുന്നതിനും പങ്കിടാനുമുള്ള ഒരു അവസരമായി കരുതി
തുടർന്ന് പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതിലൂടെ നല്ല വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. വിശ്വാസങ്ങളുടെ കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളിലേക്ക് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതിലൂടെയും തെറ്റായ വിവരങ്ങൾ ലഭിക്കുന്നതിലൂടെയും സംജാതമാകുന്ന പ്രശ്നങ്ങൾ മുഖേന വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് ഉചിതമായ കാര്യങ്ങളിൽ മാത്രം തീരുമാനമെടുക്കുക. വ്യാഴ സംക്രമണ കാലയളവിൽ വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകളോ ദാനപ്രവൃത്തികളോ നടത്തുന്നത് ഗുണഫലാർഹമാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രജാതർ ഈ കാലയളവിൽ മഹാവിഷ്ണു ഭജനവും സാധ്യമായ വഴിപാടുകളും നടത്തുന്നത് കഴിയുന്നതും വ്യാഴാഴ്ചകളിലോ അവരവരുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ തന്നെയോ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി മഹാവിഷ്ണുവിന് ത്രിമധുരം വഴിപാട് നടത്തുക വളരെ ഉത്തമമാണ്. കൂടാതെ ശിവക്ഷേത്രത്തിൽ ജലധാര, മുൻവിളക്ക്, പിൻവിളക്ക്, കൂവളത്തിലമാല എന്നിവയും നടത്തുന്നത് ഉത്തമമാണ്. കൂടാതെ ജാതിമത ഭേദമന്യേ അവരവരുടെ വിശ്വാസക്രമമനുസരിച്ചുള്ള ആരാധനാലയങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ദാനാദിധർമ്മങ്ങൾ നടത്തുന്നതും നിങ്ങൾക്കുള്ള ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കൂടുതൽ ഗുണഫലങ്ങൾ വന്നുചേരുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.